രാത്രിയിൽ പരക്കെ പെയ്ത കനത്ത മഴയ്ക്ക് മലപ്പുറം ജില്ലയിൽ താൽക്കാലിക ശമനം. പകൽ സമയങ്ങളിൽ മഴ മാറി നിൽക്കുന്നത് ജനങ്ങൾക്ക് വലിയ ആശ്വാസം പകർന്നെങ്കിലും അടുത്ത 3 ദിവസത്തേക്ക് കൂടി ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ചാലിയാർ പുഴയിൽ വാഴക്കാട് ഭാഗത്ത് രാവിലെ ഉയർന്നു നിന്ന ജലനിരപ്പ് നിലവിൽ അല്പം ഇറങ്ങിത്തുടങ്ങിയിട്ടുണ്ട്. അതേസമയം കനത്ത മഴയിൽ കടലുണ്ടിയിലെ ബാക്കിക്കയം റെഗുലേറ്ററിൽ ജലനിരപ്പ് വാർണിംഗ് ലെവൽ കടന്നു. ഇതിന്റെ പശ്ചാത്തലത്തിൽ വേങ്ങര, തെന്നല, ഒഴൂർ, ഊരകം, പറപ്പൂർ, എടരിക്കോട്, കണ്ടമംഗലം, AR നഗർ, ഒതുക്കുങ്ങൽ, പെരുമണ്ണ, ക്ലാരി, തിരൂരങ്ങാടി, കോട്ടക്കൽ മുനിസിപ്പാലിറ്റി എന്നിവിടങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കടലുണ്ടിപ്പുഴയുടെ കൈവഴിയായ ചെറുപുഴ പലയിടത്തും കരകവിഞ്ഞതോടെ അങ്ങാടിപ്പുറം, പുഴക്കാട്ടിരി, മക്കരപ്പറമ്പ്, കുറുവ, കൂട്ടിലങ്ങാടി എന്നീ പഞ്ചായത്തുകളിലും മുൻകരുതൽ സ്വീകരിക്കാൻ നിർദ്ദേശമുണ്ട്. കാലവർഷക്കെടുതി നേരിടുന്നതിനായി ഏറനാട്, കൊണ്ടോട്ടി, നിലമ്പൂർ താലൂക്കുകളിലായി 7 ദുരിതാശ്വാസ ക്യാമ്പുകൾ ആരംഭിച്ചു. 39 കുടുംബങ്ങളിലെ 42 പുരുഷന്മാരും 51 സ്ത്രീകളും 36 കുട്ടികളും ഉൾപ്പെടെ 129 പേരെ ഈ ക്യാമ്പുകളിലേക്ക് മാറ്റി താമസിപ്പിച്ചിട്ടുണ്ട്. ഏറനാട് താലൂക്കിലെ വലിയാട്ടുപറമ്പ് അംഗനവാടി, പുതുവയിൽ അംഗനവാടി, മഅദിനുൽ ഉലൂം മദ്രസ, കൊണ്ടോട്ടിയിൽ നെടിയിരുപ്പ് GW UPS, നിലമ്പൂർ താലൂക്കിലെ എരുമമുണ്ട നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂൾ, പുള്ളിപ്പാടം GLPS, എടവണ്ണ SMGV HSS എന്നിവിടങ്ങളിലാണ് ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നത്. കഴിഞ്ഞ 48 മണിക്കൂറായി തുടരുന്ന കനത്ത മഴയുടെ പശ്ചാത്തലത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തയ്യാറാക്കിയ മുൻഗണനാ പട്ടിക പ്രകാരം മണ്ണിടിച്ചിൽ, പ്രളയ സാധ്യതയുള്ള മേഖലകളിൽ നിന്നുള്ള ഒഴിപ്പിക്കൽ നടപടികൾ പുരോഗമിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് ഈ ചാനൽ. 15 വർഷങ്ങളായി ഈ തിളക്കം നമ്മെ ഭ്രമിപ്പിക്കുന്നു. 15 വർഷങ്ങളായി ഈ വ്യത്യസ്തത നമുക്ക് ആത്മവിശ്വാസം നൽകുന്നു. 15 വർഷങ്ങളായി നമ്മുടെ ആഘോഷങ്ങളിൽ ഈ പാരമ്പര്യവും പങ്കാളികളാണ്. ഒരു ദേശത്തിന്റെ ആഭരണ സംസ്കാരം രൂപപ്പെടുത്തിയവർ. ഞങ്ങളെപ്പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത്? പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം. ഹയാത്ത് ഗോൾഡൻ ഡയമണ്ട്സ്, വളാഞ്ചേരി.